ഹായ് ഗൈസ്, വീട്ടിൽ വെറുതെ ചൊറയും കുത്തിയിരുന്നപ്പോഴാണ് ഒന്ന് പുറത്ത് പോയി എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിച്ചാലോ എന്ന് ഓർത്തത്. ഞങ്ങൾക്കൊരു ഫംഗ്ഷനും കൂടി വരുന്നതുകൊണ്ട് ഞങ്ങൾ കരുതി ഒന്ന് ഡ്രസ്സൊക്കെ എടുത്ത്, എല്ലാവർക്കും അല്ല, ഞങ്ങൾക്ക് പിള്ളേർക്ക് മൂന്നൂർക്കും ഡ്രസ്സൊക്കെ എടുത്തൊന്ന് അടിമുടി മാറാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ നേരെ ന്യൂക്ലിയസ് മാളിലോട്ടാണ് വിട്ടത്. സ്ഥിരം സ്പോട്ടാണ് ന്യൂക്ലിയസ് മാൾ. എന്താ പറയുക, ഒരു പുതുമയില്ല, എപ്പോഴും പോണ സ്ഥലം തന്നെയാണ്. അവിടെ ചെന്നപ്പോൾ ഒടുക്കത്തെ വെയിലായിരുന്നു. ഞാനാണെങ്കിൽ ഏതെങ്കിലും ഒരു ആംഗിളിൽ പിടിച്ച് കഴിയുമ്പോൾ തന്നെ കറക്റ്റ് മോന്തൊക്കെ വെയിൽ വന്നു. എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ മുഖം കരിഞ്ഞുണങ്ങിയായിരുന്നു വെച്ചാൽ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ വലിയൊരു ആശ്വാസം, കാരണം അത് AC അല്ലേ, നമുക്ക് സുഖിച്ചിരിക്കാമല്ലോ. ഇവരെയും കൊണ്ടൊക്കെ പോകുമ്പോൾ ലിഫ്റ്റിൽ കയറുന്നത്, ലിഫ്റ്റല്ല, എസ്കലേറ്ററിൽ കയറുന്നത് വലിയൊരു ടാസ്ക്കാണ്. പതിവ് സ്ഥലമായ മാക്സിലോട്ട് തന്നെയാണ് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയത്. കാരണം ഞങ്ങൾ മാക്സിൽ പോകാനാണ് ഉദ്ദേശിച്ചത്, പിന്നെ സ്ഥിരം പോണതും അവിടെയാണ്. കയറി ചെന്ന വടെ എൻ്റെ കണ്ണുടക്കിയത് ഈ ജീൻസിലാണ്. ഞാൻ ഇന്നേ വരെ ഇങ്ങനത്തെ ഇതൊന്നും ഉടുത്തിട്ടില്ല. അപ്പോൾ എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ത്വര ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരും. അതുകൊണ്ട് ഞാനാണെങ്കിൽ ഇതും പിടിച്ചുകൊണ്ട് നിൽക്കണമായിരുന്നു. പക്ഷെ ഞങ്ങളൊരു 1000 ബിലോയാണ് ടോപ്സും പാൻസൊക്കെ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് എടുത്തില്ല. കാരണം ഇതിൻ്റെ റേറ്റ് എന്ന് വെച്ചാൽ വളരെ ഹൈ ആണ്. എനിക്ക് തോന്നുന്നു ഒരു 1299 സംതിങ്, അത്ര ആ ഒരു റേറ്റ്. അത് തന്നെ, സെയിം റേറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനതങ്ങോട്ട് ഒരു മൂലക്കോട്ട് ഒതുക്കി വെച്ചു. കാരണം അതെടുത്ത് കഴിഞ്ഞാൽ എന്നെ തല്ലിക്കൊല്ലും. പിന്നെ ഞാനൊരു ഫ്രോക്കുകളൊക്കെ കണ്ടിട്ടു. എനിക്കതൊക്കെ കണ്ടിട്ട് ശരിക്കും കണ്ണ് കള്ളനായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് പോയപ്പോൾ ഒന്നും മാക്സിൽ ഇത്രയും നല്ല കളക്ഷൻസ് കണ്ടിട്ടില്ല. പിന്നെ എൻ്റെ ഒരു ഒപ്പീനിയനാണ് കേട്ടോ പറയണത്, ഇത്ര നല്ല കളക്ഷൻസ് എന്ന്. കാരണം ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും യൂസ് ചെയ്യുന്ന കൂട്ടത്തിലല്ല. ഞാൻ ഇച്ചിരി എന്താ പറയുക, പഴയ ടൈപ്പ് ഡ്രസ്സായിരുന്നു യൂസ് കൂടുതലും. പിന്നെ ഈയിടെയായിട്ടാണ് ഞാൻ ടക്കിൻ ചെയ്തൊക്കെ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ ഞാനൊരു പാരച്യൂട്ട്സ് പാൻ്റല്ലേ ഇത്, അങ്ങനെയൊന്നും എനിക്ക് പറയുന്നത് അറിയില്ല. ഞാൻ അതെടുത്തിട്ട് നേരെ ഡ്രസ്സിങ് റൂമിൽ പോയി അതൊന്ന് ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ വേഗം തന്നെ അതുകൊണ്ട് മമ്മ പിടിച്ചിരുന്ന കവറിൽ കൊണ്ടുപോയിട്ടപ്പോൾ എനിക്കും സാറ്റിസ്ഫാക്ഷനായി. പിന്നെ മിറർ കണ്ടാൽ ഏതൊരു പെൺകുട്ടിയാണെങ്കിലും ഒന്ന് നോക്കിപ്പോവും. കാരണം അത് എൻ്റെയൊക്കെ വീക്ക്നെസ്സാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് മിററിൽ പോയി 2-3 കോപ്രായൊക്കെ കാണിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് സമാധാനം കിട്ടി. ഞാൻ എന്നിട്ട് മമ്മേരെ അടുത്തോട്ട് പോയി. കാരണം അവർ വേറെ ടോപ്സ് നോക്കുവാണ്. പാൻസ് എടുത്തല്ലോ, പിന്നെ ഇപ്പോൾ ടോപ്പാണല്ലോ നോക്കേണ്ടത്. എൻ്റെ കണ്ണിൽ കുറേ സാധനങ്ങൾ ഉടക്കിയ പോലെ തന്നെ അവക്കടെ കണ്ണിലും 2 സാധനങ്ങൾ ഉടക്കി. അതായത് അവിടെ സ്കൂൾ സപ്ലൈസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്റ്റേഷനറി സെറ്റ് അവൾ ഭയങ്കരമായിട്ട് നോക്കി നിൽക്കണം ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ എന്താ കാര്യം എന്ന് ചെന്ന് ചോദിച്ചപ്പോൾ അവളിങ്ങനെ പറഞ്ഞു, ഈ സാധനം എനിക്ക് വേണം എന്ന് പറഞ്ഞു. അതൊരു ഫ്രോസൺ എൽസയുടെ തീമായിട്ടുള്ള ഒരു സെറ്റായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, ഇത് വേറെ എവിടെയെന്നെങ്കിലും നമുക്ക് മേടിക്കാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, വേണ്ട, എനിക്കിത് തന്നെ വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചെടുക്കാമെന്ന് ഇവളോട് വെറുതെ ആക്കടെ കരച്ചിൽ മാറ്റാൻ വേണ്ടി പറഞ്ഞൊരു പിങ്കി പ്രോമിസൊക്കെ ഇടിപ്പിച്ചു. അത് ആ ഒരു ഓളത്തിന് പറഞ്ഞാണ്. ഞാനത് എന്നിട്ട് മമ്മേരുടെ അടുത്ത് എന്ന് പറയാൻ ഞാൻ സീരിയസ്ലി മറന്നുപോയി. അതുകൊണ്ട് തന്നെ അവൾ ഇങ്ങോട്ട് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ ഓർമ്മിപ്പിച്ചു. അത് മേടിച്ച് തരാൻ വേണ്ടി അവരോട് പറയൂലേ എന്ന് ഓർമ്മിപ്പിച്ചപ്പോഴാണ് ഞാൻ തന്നെ ആ കാര്യം ഓർത്തത്. അതിന് ഞാൻ അവരോട് പറഞ്ഞപ്പോൾ നോക്കട്ടെ, റേറ്റ് നോക്കിയിട്ട് മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ സ്റ്റാനിമോക്ക് ഓക്കെ ആയി. കുറേ കറങ്ങിത്തിരിഞ്ഞ് നടന്നപ്പോഴാണ് ഈ ഒരു ടോപ്പ് എൻ്റെ കണ്ണിൽ പെട്ടത്. എൻ്റെ കണ്ണിൽ കുറേ സാധനങ്ങൾ ഇന്ന് വന്നപ്പോൾ കുറേ പെട്ടു. കാരണം ഞാൻ ഇടാൻ ആഗ്രഹിക്കുന്ന ടൈപ്പ് ഡ്രസ്സുകളായതുകൊണ്ട് തന്നെ എൻ്റെ കണ്ണിൽ കുറേ സാധനങ്ങൾ പെട്ടു. അപ്പോൾ ഞാൻ അതിലൊരെണ്ണം കൊണ്ടേ മമ്മനെ കാണിച്ചപ്പോൾ മമ്മ പറഞ്ഞു, ഇത് വേണ്ട, ലൈക്ക് പാൻറ്റാണ് ആദ്യം എടുക്കാൻ ഉദ്ദേശിച്ചത്, പാൻറ്റ് മാത്രം. പിന്നെ ഞാനവിടെ കുറേ തിരിഞ്ഞ് നടന്നപ്പോൾ ഈ ടോപ്പ് കണ്ടു. ഞാനങ്ങനെ കുറേ കെഞ്ചിയപ്പോൾ മേമ സമ്മതിച്ചു, മേടിച്ച് കൊടുക്കാമെന്ന് സമ്മതിച്ചു. അപ്പോൾ എനിക്കും ഭയങ്കര സാറ്റിസ്ഫാക്ഷനായി, സമാധാനമായി. ഞാനവിടെ കുറേ ടോപ്സ് കണ്ടു. സ്റ്റീവനാണെങ്കിൽ അവിടെ ഒളിച്ചും പാത്തും കളിക്കുമായിരുന്നു. അവൻ ഒളിക്കണത് ഞാൻ കണ്ടു, അവൻ വന്നതും ഞാൻ കണ്ടു. അങ്ങനെയാണ് ഞങ്ങളുടെ ഒളിച്ചും പാത്തും. അതാണ് ഞങ്ങളുടെ ഒളിച്ചും പാത്ത്, നല്ല സൂപ്പർ ഒളിച്ചും പാത്തല്ലേ. പിന്നെ അവിടെ മമ്മയും മേമയും കുറേ കുർത്തീസൊക്കെ കണ്ടപ്പോൾ അവരതൊക്കെ നോക്കി. പക്ഷെ അവരുടെ സൈസിനുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ ദുഃഖിതരായി തിരിച്ച് ആ സെക്ഷനിൽ നിന്ന് പോന്നു. അങ്ങനെ ഞാനത് നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് വേറൊരു കാര്യം നോട്ടീസ് ചെയ്തത്. അതായത് ഇവരുടെ രണ്ടുപേരുടെയും കയ്യിൽ ഇവർ ആഗ്രഹിച്ച സെറ്റ് ഇരിക്കണം. ഞാൻ ചോദിച്ചു ഇത് എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ അവർ തന്നെ പറഞ്ഞു, റേറ്റ് നോക്കിയിട്ട് മമ്മയും സമ്മതിച്ചു മേടിക്കാമെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ ഒരു മൂലക്ക് പോയിരിക്കണമായിരുന്നു. ഞാൻ എന്തോ പറയുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ, ഇതെന്താണെന്ന് എനിക്ക് പോലും അറിയില്ല. കാരണം ഞാൻ വോയിസ് തുടക്കത്തിൽ മൊത്തം കട്ട് ചെയ്ത് കളഞ്ഞു. അത് എന്ത് ബോധത്തിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഞാൻ ആ മൂലക്ക് കുറേ കോപ്രായങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അതാരും കാര്യമാക്കണ്ട. പിന്നെയാണ് ഞാൻ വന്ന് നോക്കിയപ്പോൾ ഡ്രസ്സിങ് റൂമിൻ്റെ അവിടെ ഒരു തിരക്ക്. എന്താണ്, ചുരിദാറിട്ട് നോക്കുന്നു, അവരവിടെ വേറെ തിരക്കിലായിരുന്നു. ഞാൻ വീണ്ടും കണ്ണാടി കണ്ടപ്പോൾ അതിൻ്റെ മുമ്പിൽ വരുന്നു. പിന്നെ ഞാൻ കണ്ണാടിയിൽ ഷൂട്ട് ചെയ്ത സമയത്ത് എൻ്റെ പുറകിൽ കുറേ
ക്രോപ്സ് ഇരിപ്പുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ അത് കണ്ടത് ഞാൻ ഈ എഡിറ്റിങ്ങിൻ്റെ ടൈമിലാണ് കണ്ടത്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും കെഞ്ചി കെഞ്ചി മേടിച്ചേനെ ഗൈസ്. പിന്നെ കുറേ ആക്സസറീസ് 799 രൂപക്ക് കണ്ടു. അപ്പം ഞാനതൊക്കെ എടുത്ത് നോക്കിയുള്ളൂ. കാരണം എനിക്ക് ഇങ്ങനെയുള്ള ആക്സസറീസ് ഒന്നും യൂസ് ചെയ്യാൻ ഇഷ്ടമല്ല. ഞാനൊരു ഗേളാണെങ്കിലും എനിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ ഇഷ്ടമല്ല. എനിക്ക് സിമ്പിളായിട്ട് നടക്കാനാണ് ഇഷ്ടം. വെറുതെ മുടി കെട്ടുക, ഉടുപ്പിടുക, എനിക്ക് അത് മാത്രമാണ് ഇഷ്ടം. പിന്നെ വാച്ച് കെട്ടണ വെറുതെ ഒരു ഷോക്ക് കിട്ടിയതാട്ടോ, ഒരു ഉപകാരമില്ലാത്ത വാച്ചല്ല, അത് ഓഫായി. എന്നിട്ട് ഞാൻ വെറുതെ എടുത്ത് കെട്ടി. പിന്നെ ഞാനിങ്ങനെ കാണിക്കണ സമയത്ത് ഞാൻ തന്നെ എൻ്റെ നഖത്തിലൊക്കെ ഒന്ന് നോക്കി ഒന്ന് നിർവൃതി അടഞ്ഞു. പിന്നെ ഈ ഒരു ടോപ്പ് ഞാൻ നേരത്തെ കാണിച്ചായിരുന്നെങ്കിലും മമ്മ ഞാൻ കാണാണ്ട് എടുത്ത് വെച്ചപ്പോൾ ഞാൻ വീണ്ടും മമ്മ കാണാണ്ട് എടുത്ത് വെച്ചു. ആ കവറിലോട്ട് എന്നെ തിരിച്ചിട്ടു. അങ്ങനെ മമ്മേനെ ഞാനൊന്ന് പറ്റിച്ചു ഗൈസ്. പിന്നെ ഞാൻ ആ കവറൊക്കെ മേടിച്ച് പിടിച്ച് ഇവരെ സഹായിക്കാമെന്ന് വിചാരിച്ചെങ്കിലും അതൊക്കെ പാളിപ്പോയി ഗൈസ്. കാരണം ഞാൻ മേടിച്ച് പിടിച്ച അതേ സമയം തന്നെ അത് ബില്ലടിക്കണം എന്ന് പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്ന് മേമ്മ മേടിച്ചുകൊണ്ട് പോയി. അങ്ങനെ ബില്ലൊക്കെ അടിച്ചു, സാധനങ്ങളൊക്കെ കയ്യിൽ കിട്ടിയിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. നല്ലൊരു ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടപ്പോൾ ഞങ്ങളവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് കേട്ടോ താഴത്തെ ഫ്ലോറിലോട്ട് വന്നത്. താഴത്തെ ഫ്ലോറിലോട്ട് വന്നപ്പോഴാണ് മക്ഡൊണാൾഡ്സിൻ്റെ കറക്റ്റ് മുമ്പിൽ തന്നെ വന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ എന്തായാലും അവിടെ കയറി. അതിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ കയറാണ്ട് പോണത് കഷ്ടമല്ലേ. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമാണ് ഓർഡർ ചെയ്തത്. ആ 5 ഐസ്ക്രീമും മേമയുടെ കയ്യിലോട്ട് കൊടുക്കാൻ കണ്ടപ്പോൾ ശരിക്കും എൻ്റെ കണ്ണ് മഞ്ഞളിച്ച് പോയി. കാരണം എനിക്ക് ഇവിടുത്തെ ഐസ്ക്രീം ഒത്തിരി ഇഷ്ടമാണ്. റീസൺ പറയാനാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് വേറെയാണ്. അതിൻ്റെ കാരണം എനിക്കറിയില്ല. ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് തിന്നിട്ട് എനിക്ക് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. വേറൊരു വാനില ഐസ്ക്രീമിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഷേപ്പ് അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതൊക്കെ ഇവിടുത്തെ ഹൈലൈറ്റഡ് ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ്. ആ ഷേപ്പ് ഞാനൊരു നക്കിയപ്പോഴേക്കും ആ ഷേപ്പ് പോയെങ്കിലും തീറ്റയാണല്ലോ മുഖ്യം. അതുകൊണ്ട് ഞാനും എല്ലാവരും ആയിട്ടിരുന്ന് നല്ല രീതിക്ക് ഐസ്ക്രീമൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങളിവിടെ നിന്ന് സ്ഥലം കാലിയാക്കുകയാണ് ഗൈസ്. ഇനി അവിടെ നിന്ന് ഞാൻ ഷോപ്പിംഗ് മോളും മൊത്തം മേടിക്കേണ്ടി വരും. കാരണം കൂടെയുള്ള 2 കുട്ടീസ് അതാണ് മറ്റേ കുട്ടൂസനും ഡാഗിനിയുമാണ്. അതുകൊണ്ട് തന്നെ നമുക്കിനി അവിടെ നിൽക്കാൻ പറ്റില്ല. അതുമാത്രമല്ല ഇറങ്ങിയപ്പോൾ നല്ല മഴക്കോളുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വോയിസ് കട്ട് ചെയ്തുകൊണ്ട് അതും കേട്ടില്ല. ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ നിന്നപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഓട്ടോ കിട്ടിയോണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. ഇല്ലായിരുന്നെങ്കിൽ നനഞ്ഞ് കുളിച്ചേനെ ഗൈസ്. ഞങ്ങൾ വണ്ടിയിലിരുന്ന സമയത്താണ് വേറൊരു ട്വിസ്റ്റ്. അതായത് മൊത്തം കാറ്റ്, നല്ല കാറ്റെന്ന് വെച്ചാൽ ഇലയൊക്കെ പറന്ന് എൻ്റെ മുഖത്തും മണ്ണൊക്കെ കണ്ണിലൊക്കെ വന്നു. അത്ര ഹൊറിബിളായിരുന്നു. പിന്നെ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇതോടുകൂടി ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇല്ലെങ്കിൽ ഈ ഫോൺ വരെ പറഞ്ഞോണ അവസ്ഥയാണ്. സോ ഗൈസ്, അപ്പോൾ ബൈ ബൈ.